ഹലോ ഗൈസ്, ഞങ്ങൾ കില്ലിഷിനിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ചുമ്മാ നടക്കുക. എന്താ ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ ഒറ്റപ്പെട്ട് കൊള്ളാലേ. കുറെ കാറുകൾ ഇങ്ങനെ ചീറി പഞ്ഞു പോകുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടത് എന്നൊന്നും ഒരു ദിക്കില്ലാതെ നടക്കുക. കമോൺ ചിത്ര, സേ സംതിങ്. ഹലോ. ഇങ്ങനെയോ? പക്ഷെ കൊള്ളാം, നല്ല നല്ല എന്താ പറയുക, നല്ല ഫ്രെയിം പിക്ചറായിട്ട് വന്നിട്ടുണ്ടാവും. ഉണ്ടോ ഒരു നീണ്ട പാത, അത് അങ്ങോട്ട് പോയി എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. ഇത് മൊത്തത്തിൽ നമ്മൾ പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗായ്സ്, ചെറുപ്പം പോകുന്ന വണ്ടികൾ കണ്ടോ? നോക്കൂ, ഇപ്പോൾ പോകും. വാ പോയി. ഇപ്പം നമ്മൾ എന്തെന്നില്ലാതെ നടത്തുകയാണ്. നമ്മൾ ഇനി എവിടെ ചെന്ന് അവസാനിക്കും എന്ന് എനിക്കറിയില്ല. അങ്ങനെയല്ല കേട്ടോ, ചാവുന്നല്ല. പക്ഷെ പറയാൻ പറ്റില്ല, ഇവിടെ കൂടെ കാറുകൾ ചീറി പാഞ്ഞ് പോവുകയാണ്. ഒന്നും ഇപ്പോൾ എനിക്ക് സംഭവിക്കും. കണ്ടോ? അതെ, ഞങ്ങൾ ചിപ്സ് എടുത്തുകൊണ്ട് വരണ്ടായിരുന്നു അല്ലേ? ചിപ്സ് എടുത്തുകൊണ്ട് വന്നില്ല, അതിൻ്റെതായ എല്ലാ പോരായ്മകളുണ്ട്. പക്ഷേ ഈ ഫ്രെയിം ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കണ്ടോ, അജ്ഞാതമായ കാടുകൾ. അതുകൊണ്ട് അങ്ങനെയല്ലേ എന്നാലും ഇതേമാതിരി വിചലമിച്ച കാടുകൾ. നമ്മൾക്ക് കാടുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ടിലിറങ്ങിയിട്ടല്ലോ. നമുക്ക് പറമ്പല്ലേ ഉള്ളൂ ഇവിടെ. പറമ്പിൽ എന്തെങ്കിലും കൃഷി ഉണ്ടാവില്ലേ? അടുത്ത വണ്ടി വരുന്നുണ്ട്. എന്ത് വേണേ ഇവിടെ വണ്ടി മാത്രമേ ഉള്ളല്ലോ. തിരിച്ചു നടക്കുന്നതിനെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം ചിത്ര? ഈ വ്ളോഗൊക്കെ എടുക്കുന്നവരെ സമ്മതിക്കണം. ഇത്തിക്കൂടെ ഇപ്പോൾ പൂച്ച പോയിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. ഫോൺ എടുത്തപ്പോഴത്തേനും അത് പോയി. എന്തൊരവസ്ഥയാണ്. പൂച്ച സാർ, പൂച്ച സാർ, പൂച്ച സാർ. ഞങ്ങള് ഇതുവരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല. കാണാൻ ഭംഗിയുണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഭയങ്കര തണുപ്പാണ്. ഗ്ലൗസ് ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങളൊരു ചർച്ച് ലക്ഷ്യം വെച്ച് നടന്നത്, അത് വൻ ചീറ്റിപ്പോയി. ചർച്ച് തോണ്ട് ദൂരെയാ. കൊറേ ആയി ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല ഇതുവരെ. അതെ, അതാണ് മെയിൻ. ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ, വെള്ളം പോലും കുടിക്കാനില്ല. അതേതാണ് ഡാൻസ് പാടിക്കൊണ്ട് മനസ്സിലായില്ലേ? UK ആ ആവശ്യല്ലേ? അയ്യോ, എന്റെ കൈ കൊച്ചു പിടിച്ച്. ശരി, ലാസ്റ്റ് ഞങ്ങൾ ഈ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്. ഞങ്ങൾ ഉദ്ദേശിച്ച് വന്ന സ്ഥലവും ഞങ്ങൾ വന്ന സ്ഥലവും രണ്ടാണ്. ഞങ്ങളെ കൊണ്ടുവന്ന ടാക്സി ഡ്രൈവർ കൊണ്ടിറക്കിയത് ഏതോ ഒരു മലമുകളിൽ ഞങ്ങൾക്ക് ആക്ച്വലി പോകേണ്ടിയിരുന്ന സ്ഥലവും വേറെയായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഈസിയായി ഞങ്ങൾ ഇരിക്കുകയാണ്. ഇത്രയും നേരം നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ബോർഡ് കണ്ടത് വരെ നല്ല ഹാപ്പിയായിരുന്നു. ഇപ്പം പക്ഷേ നല്ല കുഴപ്പമില്ല, നല്ല രസമൊക്കെയാണ് അല്ലേ?